പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം കൊട്ടിക്കയറുകയാണ്. മേളത്തിന്റെ സ്വരമാധുരി അറിയിച്ച് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഗംഭീരമായി. കോങ്ങാട് മധുവായിരുന്നു മേളത്തിന്റെ പ്രമാണി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റി. 2:30 നാദപ്പെരുമ വിളിച്ചോതുന്ന ഇലഞ്ഞിത്തറ മേളം കാതുകളിൽ പൂരഘോഷം നിറയ്ക്കും. 5 മണിക്ക് തെക്കോട്ടിറക്കത്തിന് ശേഷമാണ് കുടമാറ്റം. രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടതോടെയാണ് ശക്തന്റെ തട്ടകം പൂരദിനത്തിലേക്ക് ഉണർന്നത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ നോവ് ഉള്ളിലൊതുക്കിയാണ് ഇത്തവണത്തെ പൂരം. അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും ചേരുന്നു. പൂരവിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ലല്ലോ. രാവിലെ മുതൽ പറഞ്ഞിട്ടും കണ്ടിട്ടും തീരാത്ത പൂരക്കാഴ്ചകൾ എത്ര മനോഹരമാണ്, ആനന്ദകരമാണ്. ആനയെപ്പറ്റി പറഞ്ഞാൽ, മേളത്തെപ്പറ്റി പറഞ്ഞാൽ, ഏത് വിശേഷം പറയണമെന്നറിയാതെ പൂരവിശേഷങ്ങൾ അങ്ങനെ ധാരാളം അങ്ങനെ നിറഞ്ഞ് കത്തി നിൽക്കുന്നു. ഉച്ചവെയിലിനെയും തകർത്തുകൊണ്ടാണ് പൂരാവേശം. അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും പറയൂ, കേൾക്കട്ടെ പൂരത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ച വിശേഷങ്ങൾ. നിന്ന് കത്തുകയാണ് വെയിൽ. വലിയ രീതിയിൽ അസഹനീയമായ ചൂടാണ് പുറത്തുള്ളത്. പക്ഷേ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ ആ ചൂട് അത് പൂരാവേശത്തിന് വഴിമാറുന്നു. നമ്മൾ ഇന്നലെ തന്നെ ഉപയോഗിച്ച പോലെ കുഷ്ഠതരംഗം പൂരതരംഗത്തിന് വഴിമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ഒരു ആവേശത്തിലേക്ക് നമ്മൾ രാവിലെ മുതൽ തന്നെ വിവരിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി കാത്തിരുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളം, മേളങ്ങളുടെ മേളമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇലഞ്ഞിത്തറ മേളത്തിലാണ്. ആ മേളത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പാറമേക്കാവ് ഭഗവതിയുടെ ആ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ആ ഇലഞ്ഞിത്തറയിലേക്ക് എത്തുക, അവിടെ നാദവിസ്മയം തീർക്കുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ആ ഒരു മേളത്തിനായുള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിലല്ലേ ഈ പൂരപ്രേമികളും ആനപ്രേമികളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയുള്ള ആ പുറപ്പാട്, ഭഗവതിയുടെ പൂരപ്പുറപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. കാരണം വടക്കുനാഥനിലേക്കുള്ള ഭഗവതിയുടെ ആ യാത്ര അത് അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. എല്ലാ ആനകളും, അതായത് 14 ആനകളും നേരത്തെ തന്നെ ആ ഭഗവതിയുടെ, അതായത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ആ ചുവന്ന ഗോപുരത്തിന് മുമ്പിൽ ഇങ്ങനെ നിരന്നു നിൽക്കും. അതിനിടയിലേക്ക് സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു കോലവും അതിന് തൊട്ടു താഴെ ആ പീഠത്തിൽ ഭഗവതി, പാറമേക്കാവ് ഭഗവതി ഇങ്ങനെ ഇരുന്ന് ആ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, അത് ആ പൂരപ്പുറപ്പാട് എന്ന് പറയുന്നത് അത് അത്യധികം ഒരു നവവധു എങ്ങനെയാണോ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്നത്, അതുപോലെ തന്നെ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഭഗവതിയെ നമുക്ക് അവിടെ കാണാമെന്നുള്ളതാണ്. ആ ചുവന്ന ഷെയ്ഡുകളുള്ള ആ കെട്ടിടത്തിലേക്ക്, ആ ചുവന്ന ഷെയ്ഡുകളുള്ള ആ ഗോപുരത്തിന് മുമ്പിലേക്ക് ഭഗവതി ഇറങ്ങി വരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ മാസ്മരികമായിട്ടുള്ള മേളം പിറക്കുകയായി എന്നുള്ളതാണ്. ചെമ്പട മേളം അവിടെ പിറക്കുകയായി എന്നുള്ളതാണ്. ഈ ഇലഞ്ഞിത്തറ മേളത്തിന് മുൻപുള്ള ഒരു കൊട്ടിക്കയറൽ, അത് നമ്മൾ വെടിക്കെട്ടിന് മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവാറുണ്ടല്ലോ തലേ ദിവസം, അതുപോലെ ഇലഞ്ഞിത്തറ മേളത്തിന് മുമ്പുള്ള ഒരു സാമ്പിൾ എന്ന് തന്നെ വേണമെങ്കിൽ ആ ചെമ്പട മേളത്തെ നമുക്ക് പറയേണ്ടി വരും. ആ ചെമ്പടമേളം ആ ചെമ്പടമേളത്തിലേക്ക് കടക്കുകയാണ്, അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തെക്കേ ഗോപുരനടയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. മറ്റൊരു നമ്മുടെ ഘടകക്ഷേത്രം പുറത്തേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെക്കേ ഗോപുരനടയിലേക്ക് ആ ഘടകക്ഷേത്രങ്ങൾ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഘടകക്ഷേത്രങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഭഗവാനെ കണ്ട് നീലകണ്ഠനെ പ്രണമിച്ച് വണങ്ങി പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഘടകക്ഷേത്രത്തിൻ്റെ ഘടകപൂരത്തിൻ്റെ കാഴ്ച, ഘടകപൂരം തിരിച്ച് തട്ടകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കാലവും ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നായി, തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകളിൽ ഒന്നായി രേഖപ്പെടുത്തുന്നതാണ് ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിലൂടെയുള്ള ഈ ദേശങ്ങളുടെ മടക്ക യാത്ര എന്നുള്ളത്. അതിഗംഭീരമായിട്ടുള്ള മേളം ശ്രീമൂലസ്ഥാനത്ത് ഈ ദേശങ്ങളുടെ ഒരു പ്രൗഢി വിളിച്ചോതുകയും ദേശങ്ങളുടെ ആ ഒരു ശക്തിയും ദേശങ്ങളുടെ
ചാരുതയും അതുപോലെ തന്നെ ആ ദേശങ്ങളുടെ ഇത് ഞങ്ങൾ ചെറുപൂരമല്ല, ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകമാണ്, ഈ ഘടകപൂരമാണ് ഞങ്ങൾ, ഒട്ടും ചെറുതല്ലാത്ത പൂരമാണ് ഞങ്ങൾ എന്ന് വിളിച്ചോതുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഘടക പൂരത്തിൻ്റെ മേളം അത് ആ ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിക്കയറിയതിന് ശേഷം ആ ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാനെ വണങ്ങി പ്രദക്ഷിണം വെച്ച് ഇപ്പോൾ തെക്കേ ഗോപുരം നട വഴി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിലൊരു ഏറ്റവും ഒടുവിലത്തെ ക്ഷേത്രം എന്നടക്കം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഘടകപൂരമാണ് ഇപ്പോൾ നമുക്ക് വശത്തുകൂടെ കടന്നു പോയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് അരുണ്, നേരത്തെ നമ്മൾ പറഞ്ഞത് പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളത്തിനെ കുറിച്ചുമാണ്. ആ പൂരപ്പുറപ്പാട് ആ ചെമ്പട പൂർത്തിയാകുന്നതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകളുടെ ആവേശമെല്ലാം തന്നെ അത്യുന്നതിയിൽ എത്തിക്കാണും. കാരണം ആ ചെമ്പട മേളം കേൾക്കാൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു പക്ഷേ ഇലഞ്ഞിത്തറ മേളം കാണാൻ കഴിയില്ല. കാരണം ഇലഞ്ഞിത്തറ മേളത്തിന് ഇപ്പോഴേ അവിടെ ഇടം പിടിച്ചു കഴിഞ്ഞു, ആളുകളെല്ലാം അവിടെ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഇപ്പോൾ പൂരപ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും വലിയൊരു ആവേശത്തോടെയാണ് ഈ നാടൊന്നാകെ ഏറ്റവും. എവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്? ഞങ്ങൾ മണ്ണാർക്കാട് നിന്നാണ് വർഷം വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തിന്മാര് ജനം കമ്മിയുണ്ട്. അത് നമുക്കറിയാം, ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് നമ്മൾ. പക്ഷേ എല്ലാവരും ഒന്നും കൂടി ലാഭമുണ്ട്. പിന്നെ വർഷങ്ങളായി പൂരം കാണാൻ വരുന്നു. എന്താണ് പൂരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ്? എന്താണ് ഇഷ്ടപ്പെട്ടത്? എലിഞ്ഞിത്തള മേളമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളം. അത് കഴിഞ്ഞ് കുടമാറ്റം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയാറുള്ളൂ. രാത്രിയാണ് ഇവിടുന്ന് പിരിയാറുള്ളത്. പക്ഷേ ഇക്കുറി കുടമാറ്റമൊക്കെ പരിമിതി ആക്കിയിട്ടുണ്ട്, 15 മിനിറ്റൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. എന്തായാലും രാത്രി ഇവിടുന്ന് പിരിഞ്ഞു പോകാറുള്ളൂ. അപ്പോൾ എല്ലാവരും പൂരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മൾ മണ്ണാർക്കാട് എങ്ങനെയാണ് എല്ലാ വർഷവും പൂരത്തിന് എത്താറുണ്ട്. അപ്പോൾ പ്രാവശ്യം മരുന്ന് പണിയൊന്നുമില്ല, നല്ലൊരു ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ വരുന്നു, തൊഴുതു പോകുന്നു. അതായത് മരുന്ന് പണിയൊന്നും ഇല്ലല്ലോ പ്രാവശ്യത്തെ ദുരന്തം കാരണം. അത് കാരണം അങ്ങനെ എപ്പോഴത്തെയും പോലെ വരുന്നു, പോകുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷേ ആ ചൂടൊന്നും ഇവിടെ വകവെക്കാൻ പറ്റുന്നില്ല. ആ ഉഷ്ണതരംഗം അങ്ങ് മാറി നിൽക്കുന്നു. വെച്ചാൽ പുറത്താണെങ്കിൽ എല്ലാവരും താഴെ വീഴുന്നത്ര രീതിയിലേക്കുള്ള ചൂട്. പക്ഷേ ആ പൂരത്തിലേക്ക് അലിഞ്ഞു ചേർന്ന ആ ഒരു വികാരമായതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. പൂരത്തിൽ മഴ അല്ലെങ്കിൽ വെയിലോ ഒന്നിനെയും അതിജീവിച്ചുകൊണ്ട് പോകുന്ന ജനമാണ്. കാരണം പൂരം എന്ന് പറഞ്ഞാൽ, ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പൂരമാണ്. അതിൽ വെയിലോ മഴയോ ഒന്നും ആർക്കും ഏൽക്കില്ല. ഇപ്പം ഞാനൊക്കെ ഇത്രയും ഉച്ച ടൈമിലൂടെ നിൽക്കുന്നത് ഇതിൻ്റെ ആവേശം കൊണ്ടാണ്. പൂരം എന്ന് പറഞ്ഞാൽ മനസ്സിൽ അലിഞ്ഞൊരു സാധനമാണ്. ആവേശം എത്ര കണ്ടാലും മടുക്കാത്തൊരു കാര്യമാണ് പൂരം. അതിന് മിഥുൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലേക്കുള്ള ആ മനോഹരമായ പൂരം, അത് ഓരോ കാഴ്ചകളും അങ്ങനെ തന്നെയാണ്. എല്ലാ തവണയും ഇലഞ്ഞിത്തറ മേളം നടക്കുന്നു, എല്ലാ തവണയും മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നു. പക്ഷേ കുടമാറ്റം നടക്കും. കുടമാറ്റത്തിൽ മാത്രമാണ് വ്യത്യസ്തതയുണ്ടാകുക. പക്ഷേ ഈ ചടങ്ങുകളൊക്കെ എത്ര കണ്ടാലും ഈ ഗജരാജാക്കന്മാരാണെങ്കിലും മിക്കവാറും എല്ലാ ഗജരാജാക്കന്മാരും എത്തുന്ന ഒരു പൂരം. അങ്ങനെ എത്ര കണ്ടാലും മതി വരില്ല. തനി ആവർത്തനമാണെങ്കിലും പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത ഈ പൂരത്തിലുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. എല്ലാ കേരളത്തിലും ഒരുപാട് പൂരങ്ങൾ നടക്കണം. പാലക്കാട് ജില്ലയിൽ ഒക്കെ പൂരമുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വിലയിരുത്താൻ എത്ര പറഞ്ഞാലും തീരാത്തൊരു പൂരമാണ്. ഇപ്പോൾ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഒപ്പം കുറച്ച് ആളുകൾ കമ്മിയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് 10,000 ജനമായിരുന്നു. ഇപ്പോൾ വെയിൽ എന്താണെന്നറിയില്ല, കുറച്ച് ആളുകളുള്ള കമ്മിയുണ്ടെങ്കിലും ഇപ്പോഴും ജനം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പൂരം ഇന്നത്തെ കാണാൻ കഴിയുന്ന ഒരു പൂരം ഇന്ന് തൃശ്ശൂർ പൂരം അതുതന്നെയാണ്. എന്തായാലും ആ ഒരു പൂരാവേശത്തിലേക്ക് ഈ നാടൊന്നാകെ കടക്കുകയാണ്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാത്തിരിക്കുന്നത് ചടങ്ങ് ഇലഞ്ഞിത്തറ മേളമാണ്. ആ ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അതിനായുള്ള ഒരു തയ്യാറെടുപ്പ്. ആ ഇലഞ്ഞിത്തറയുടെ ചുവട്ടിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് ഈ പൂരപ്രേമികൾ, മേളപ്രേമികളൊക്കെ തന്നെ അണിനിരന്നു. നമുക്കറിയാം ഈ ചൂടിൻ്റെ ഒരു അവസ്ഥ പല കുറി നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ ചൂടൊന്നും ഈ മേളത്തെ ബാധിക്കുന്നില്ല, മേളപ്രമാണിമാരെ ബാധിക്കുന്നില്ല, മേളം ആസ്വദിക്കാൻ എത്തുന്നവരെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? തീർച്ചയായിട്ടും. കാരണം
തൃശ്ശൂർ നമ്മൾ രാവിലെ മുതൽ പറയുന്നതാണ്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു വികാരമാണ്. അതൊരു പക്ഷേ ഈ വെയിലിനും അതുപോലെ തന്നെ ഏതെങ്കിലും ദുരിതത്തിനോ സങ്കടത്തിനോ വഴിമാറുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം അത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല പ്രേക്ഷകർക്കും ചില അത്ഭുതങ്ങളുണ്ടാകും. ഇത് എന്തിനാണ് ഈ പൂരം ഇത്രയും ഈ ചൂടത്തും ഇത്രയും പ്രശ്നങ്ങളുള്ളയിടത്തും വീണ്ടും നടത്തുന്നത് എന്തിനെന്നുള്ള ചോദ്യം പലപ്പോഴും പലവർക്കായി ഉയർന്നിരിക്കാം. പക്ഷേ അത് ഇവിടെ എത്തുന്ന ആളുകൾക്ക്, ഇവിടെ എത്തുന്ന ആ നിമിഷം ആളുകൾക്ക് മനസ്സിലാവും ഇത് എന്ന് പറയുന്നത് മറ്റൊരു വികാരമാണ്. കാരണം അത് എപ്പോഴും ഒരു വർഷത്തിൽ ഒരു 2 ദിവസം ഈ പൂരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, എല്ലാം മറന്ന് ഈ പൂരത്തിൻ്റെ ഭാഗമാകുന്നു, ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ അടുത്ത ഏപ്രിൽ മെയ് മാസത്തിലാണ് പൂരം നടക്കുന്നത്. ഈ മെയ് മാസം വരെ കാത്തിരിക്കാനുള്ള വലിയ വലിയ ഓർമ്മകളും വലിയ അനുഭവവും സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ പൂരവും വർഷത്തെ ഊർജ്ജമല്ലേ. തീർച്ചയായിട്ടും ഓരോ പൂരവും ഉപചാരം ചൊല്ലി പിരിയുന്നത് അടുത്ത വർഷത്തേക്ക് വീണ്ടും കാണാം. നമ്മൾ ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ വിചാരിക്കും, അയ്യോ ഈ ചൂട് ഇനി ഒരിക്കലും പൂരം കാണാൻ വരില്ല, കാരണം ഈ ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറയും. പക്ഷേ അവരെല്ലാം അടുത്ത മെയ് മാസം എത്തുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ മാസം എത്തുമ്പോൾ തീർച്ചയായും അവർ പൂരത്തിന് ആയി എത്തുമെന്നുള്ളതാണ്. കാരണം അതൊരു കാന്തിക ശക്തി തൃശ്ശൂരിൻ്റെ ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വടക്കുനാഥൻ സന്നിവേശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ പൂരം ഒഴിവാക്കണം എന്നുള്ള ഏതെങ്കിലും ഒരു ചെറുവാദം പോലും ഉയർന്നു കഴിഞ്ഞാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നതും പൂരം നടത്തണം, പകിട്ട് കുറച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയോ അതെങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ പൂരത്തിൻ്റെ ചടങ്ങുകൾ മുടക്കമില്ലാതെ തന്നെ തുടരണം. ലോകമെങ്ങും നിശ്ചലമായിട്ടുള്ള കൊറോണ കാലത്ത് പോലും ആ കൊറോണയെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ അതിനനുസരിച്ച് മാറ്റി, പൂരത്തിനനുസൃതമാക്കി സംവിധാനങ്ങളെ മാറ്റിക്കൊണ്ട് പൂരം നടത്തിയ ചരിത്രമാണ് തൃശ്ശൂരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ പൂരം പൂരം നടത്തുന്നു, ആഘോഷമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വെടിക്കെട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ പോകുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. ഇനിയിപ്പോൾ അരുൺ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇലഞ്ഞിത്തറ മേളം ഈ ലോകത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സിംഫണിയാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തുള്ള കലാകാരന്മാർ, സംഗീത കലാകാരന്മാരും അതുപോലെ തന്നെ വാദ്യകലാകാരന്മാരെല്ലാം അത്ഭുതമൂറി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒന്നാണ് ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിനകത്ത് ഇത്രയും പൊരിവെയിലത്ത് അനുകൂലമല്ലാത്ത ഈ കാലാവസ്ഥ സാഹചര്യത്തിൽ എത്രയെത്ര കലാകാരന്മാരാണ്, 200-ഓ 300-ഓ അടുത്തുള്ള കലാകാരന്മാർ ഒന്നിച്ചു നിന്ന് ഒരു മേളം നടത്തുന്നു എന്നുള്ളത്. അത് എത്രയോ മണിക്കൂറുകൾ നീളുന്ന ഒരു മേളം. ഒരു പക്ഷേ മറ്റെല്ലായിടത്തുമുള്ള മേളം തന്നെയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് തന്നെ പറയുമെങ്കിലും നമുക്കറിയാം പെരുവനം പൂരത്തിനുള്ള മേളം അത് ഏറ്റവും പ്രസിദ്ധമാണ്. കാരണം പെരുവനത്തിൻ്റെ നടവഴിയിൽ കൊട്ടുന്ന മേളത്തിന് വേറൊരു ശക്തിയുണ്ട്, വേറൊരു മാസ്മരികതയുണ്ട് എന്ന് പറയുന്നു. അതായത് ആ നടവഴിയുടെ വലിയ പെരുവനം ക്ഷേത്രത്തിൻ്റെ നടവഴി എന്ന് പറയുന്നത് വളരെ വലുതാണ്, തട്ടുകളായി നിൽക്കുന്ന അതാണ്. ഓരോ തട്ടിലും ആ നടവഴിയിലുള്ള പെരുവനം മേളം എന്ന് പറയുന്നത് അതിൻ്റെ നടവഴിയുടെ തന്നെ ഒരു സ്ട്രക്ചർ ആ മേളത്തിനനുസൃതമായി നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് യാദൃച്ഛികമായിട്ടെന്ന വണ്ണം വന്നിട്ടുള്ളതാണ് എന്ന് നമുക്ക് വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ പെരുവനത്തെ മേളത്തിൻ്റെ ഒരു പുകഴ്ത്തുന്നത് ആ ഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രസക്തിയും. ആ ഇലഞ്ഞിത്തറ മേളം ഭംഗിയാകുന്നത് തന്നെയാണ്. ആ ഇലഞ്ഞിക്കൊരു പ്രത്യേകതയുണ്ട്, വടക്കുന്നാഥൻ്റെ തൊട്ടരികിൽ നടക്കുന്ന മേളമാണ് എന്നുള്ളതാണ് ഇലഞ്ഞിത്തറ മേളം. ആ ഇലഞ്ഞിത്തറയിൽ തന്നെ മേളമുണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദേവിയുടെ സാന്നിധ്യം ആ ഇലഞ്ഞിത്തറയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ആദ്യമായി പാറമേക്കാവ് ഭഗവതി ഇരുന്നത് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഒരു തറവാട്ടിലെ കാരണവർക്ക്
തൻ്റെ കുടയിൽ ഭഗവതിയുടെ സാന്നിധ്യം കണ്ടത് ഇലഞ്ഞിത്തറയിൽ മൂകാംബിക ദർശനത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ കുടയെടുക്കാൻ, ആ ഓലക്കുട എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പിന്നീട് ആണറിഞ്ഞത് അത് ദേവീ സാന്നിധ്യമാണ് എന്നുള്ളത്. അങ്ങനെ അവിടെ ആ ഇലഞ്ഞിത്തറയിലാണ് ആ ദേവിയുടെ ആദ്യ പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. പിന്നീട് ക്ഷേത്രം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പിന്നീട് തൊട്ടപ്പുറത്തുള്ള ഒരു പാറയിലേക്ക് ഇലഞ്ഞിത്തറ മേളത്തിന്റെ അഭൗമ സൗന്ദര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സാംസ്കാരിക തലസ്ഥാനം.